വൈകുന്നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ ഈ സമയമൊക്കെ നമ്മൾ തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള ആ ദുരന്തത്തിന്റെ വലിയ ആഘാതത്തിലായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 14 മരണം സംഭവിച്ചിരിക്കുകയാണ്. വലിയൊരു ആഘോഷത്തിനായുള്ള ഒരുക്കങ്ങൾക്കിടയിലാണ് ആ അപകടം ഉണ്ടായത്. തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു. അപ്പോൾ ഇനി പൂരം നടക്കുമോ എന്ന ആശങ്ക പോലും ഉണ്ട്. അത് വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലുള്ള തീരുമാനം നാളെയായിരിക്കും ഉണ്ടാവുക. മറ്റൊരു ചർച്ചയും നമ്മളുടെ ആഘോഷങ്ങൾ ഇതുപോലെ ദുരന്തം വിതയ്ക്കുന്നതാകണമോ എന്ന ഒരു ചർച്ചയും വീണ്ടും സജീവമായിട്ടുണ്ട്. നമുക്ക് വിശദമായി തൃശ്ശൂരിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ, ഇന്നുണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ്സ്, ഒപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ എല്ലാം പരിശോധിക്കാം. സ്വാഗതം. തൃശൂർ മുണ്ടത്തിക്കോടുണ്ടായിട്ടുള്ള പടക്കശാല അപകടത്തിൽ മരണസംഖ്യ 14 7 പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. സംശയമുള്ള മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ DNA പരിശോധന നടത്താനുള്ള തീരുമാനം നേരത്തെ തന്നെ എടുത്തതാണ്. അതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. സംഭവ സമയം സ്ഥലത്തുണ്ടായിരുന്നത് 34 പേർ ആണ് എന്നത് ഏറെക്കുറെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2 പേർ വെന്റിലേറ്ററിലുണ്ട്, മറ്റ്5 പേർ ഗുരുതരാവസ്ഥയിലുമാണ്. ഈ അപകട സ്ഥലത്ത് നിന്ന് 2 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെടുത്തിയിട്ടുണ്ട്. അവിടെ കഡാവർ നായ്ക്കളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. ആ തെരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപകട സ്ഥലത്ത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ നിന്ന് വിദഗ്ധർ എത്തിയിട്ടുണ്ട്. DNA സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്താൻ ഉള്ള നടപടികളും ഒക്കെ എടുത്തിട്ടുണ്ട്. കഡാവർ നായയും പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ആരോഗ്യ വകുപ്പുകളുടെ എല്ലാ സംവിധാനങ്ങളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നത്. റവന്യൂ, ദുരന്ത നിവാരണ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ സ്ഫോടനത്തിന്റെ ആഘാതം എത്രമാത്രമായിരുന്നു എന്നതാണ്. സമീപത്തെ വീടുകളുടെ ജനൽ ചില്ലകളൊക്കെ ചിതറിത്തെറിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എത്രമാത്രം ആഘാതം ഇത് ഉണ്ടാക്കി എന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഏതാണ്ട് 2 കിലോമീറ്റർ അകലെയൊക്കെയുള്ള വീടുകളുടെ അവസ്ഥയാണ് ഇത്. ഈ രീതിയിൽ വലിയ സ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ അപകടത്തിൽപ്പെട്ടവർക്കൊപ്പം ഉണ്ടായിരുന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടവർ, ഒപ്പം സമീപവാസികൾ, രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ എല്ലാം ഈ ആഘാതത്തിൽ നിന്ന് ഇനിയും മുക്തമായിട്ടില്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത്. നോക്കൂ, പല വീടുകൾക്കും ഇതുപോലെ വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഈ ജനൽ ചില്ലുകൾ വീണ് വീട്ടിലുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുട്ടികൾക്കുൾപ്പെടെ പരിക്കേറ്റ സംഭവങ്ങളുണ്ട്. അപ്പോഴും അതിലും വലിയ ഒരു ദുരന്തം ഉണ്ടായി എന്നതിൻ്റെ ഞെട്ടലാണ് അവർക്കുള്ളത്. 14 ജീവനുകൾ അതിൽ നഷ്ടമായിരിക്കുന്നു. ഇന്ന് പ്രത്യേക മന്ത്രിസഭായോഗം ഇതുമായി ബന്ധപ്പെട്ട് ചേർന്നിരുന്നു. പ്രധാനമായും ഈ വിഷയം തന്നെയാണ്, മുണ്ടത്തിക്കോടുണ്ടായിട്ടുള്ള സ്ഫോടനത്തെക്കുറിച്ച് തന്നെയാണ് ഈ മന്ത്രിസഭായോഗത്തിൽ ചർച്ചയുണ്ടായത്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്ന കാര്യത്തിലായിരുന്നു പ്രധാനമായും മന്ത്രിസഭായോഗത്തിൽ ചർച്ചകൾ നടന്നത്. എങ്ങനെ അവരെ സഹായിക്കണമെന്ന സാഹചര്യം ആണ് കൂടുതലായും ചർച്ച ചെയ്തത് എന്നത് മന്ത്രി VN വാസവൻ ഉൾപ്പെടെ പിന്നീട് വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചു. യുദ്ധകാലാടിസ്ഥാനത്തിൽ ചികിത്സ ഉറപ്പാക്കാൻ സഹായിക്കുന്ന വിധത്തിൽ കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ വിദഗ്ധ സംഘത്തെ ഇന്നലെ തന്നെ തൃശ്ശൂരിൽ എത്തിച്ചിരുന്നു. അവരുടെ നേതൃത്വത്തിൽ ചികിത്സയിൽ കഴിയുന്നവർക്കും അതിന് പുറത്ത് കഴിയുന്നവർക്കും എല്ലാം ഏറ്റവും നല്ല പരിചരണം ഉറപ്പു നൽകാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതാണ് മന്ത്രിമാർ ഉൾപ്പെടെ ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. അതായത് ചികിത്സയ്ക്കും മറ്റും ഉള്ള കാര്യമാണ് ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്നത് എന്നതാണ് അവർ സൂചിപ്പിച്ചത്. തുടർന്നും അതിനാവശ്യമുള്ള ക്രമീകരണങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും എന്ന് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കി. കഴിയുന്നവരെയും അതിന് വെളിയിൽ കഴിയുന്നവരെയും ഏറ്റവും നല്ല ഉയർന്ന പരിചരണം ഉറപ്പാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. തുടർന്നും അതിനാവശ്യമായ ക്രമീകരണങ്ങളുമായി മുന്നോട്ട് പോകുക എന്ന സുപ്രധാനമായ തീരുമാനമാണ് പൊതുവിലെടുത്തിട്ടുള്ളത്. അതിൽ ഒരുപക്ഷെ ഇപ്പോൾ ICUയിൽ കഴിയുന്ന ആളുകളിൽ പലരെയും രക്ഷപ്പെടുത്താൻ കഴിയുന്നവരുണ്ട് എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അതിനനുസരിച്ചുള്ള ടീം, പ്ലാസ്റ്റിക് സർജന്മാർ, മറ്റ് വിദഗ്ധ ടീമുകൾ എല്ലാം തന്നെ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നൊരു കാര്യം
പരിക്കേറ്റവരെ സംരക്ഷിച്ച് രക്ഷപ്പെടുത്താൻ കഴിയുക എന്നുള്ളതാണ് ആദ്യത്തെ ഉത്തരവാദിത്വം. യുദ്ധകാലാടിസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഓൺലൈനായിട്ടാണ് ഈ യോഗം ചേർന്നത്. അപ്പോൾ അതിൽ മതിയായ ചികിത്സ ഉറപ്പുവരുത്താനുള്ള പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള നടപടികളുണ്ടായി. ICUവിൽ കഴിയുന്ന ആളുകളിൽ പലരെയും രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. അതിനനുസരിച്ചുള്ള പ്ലാസ്റ്റിക് സർജന്മാർ മറ്റ് ഡോക്ടർമാർ തുടങ്ങിയവരുടെ ടീമുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ രീതിയിലുള്ള ചികിത്സ അവർക്ക് ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാർ പരിഗണിക്കുന്നത്. 14 പേരാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ എത്തിയത്. ഒരാൾ പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറുന്നൊരു സാഹചര്യമുണ്ടായി. ബാക്കിയുള്ള 13 പേരും മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 2-3 പേർക്ക് ചെറിയ പരിക്കുകൾ മാത്രമാണുള്ളത്. അവർ ഒഴികെയുള്ള 10 പേരെ ICUവിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ചിലരെ ICUവിൽ നിന്ന് വാർഡുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്കേറ്റവരെ രക്ഷപ്പെടുത്താനാണ് സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കുന്നത് എന്നതാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിച്ചത്. തൊഴിൽശാലകളിൽ സൂക്ഷിക്കേണ്ടിയിരുന്ന രേഖകൾ കത്തിപ്പോയതിനാൽ അവിടെ എത്ര പേരുണ്ടായിരുന്നു എന്ന കാര്യം ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജീവനക്കാർ മാത്രമല്ല, ഇതിന്റെ ഈ നിർമ്മാണ പ്രവർത്തികൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കാനെത്തിയ ഈ പൂരത്തിനൊക്കെ നേതൃത്വം നൽകുന്നവർ ചിലരൊക്കെ എത്തിയിരുന്നു എന്ന് കരുതുന്നുണ്ട്. അങ്ങനെയുള്ളവർ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ രാവിലെ മുതൽ തന്നെ അവിടെ വന്നുപോയിരുന്നു. അപ്പോൾ തൊഴിലാളികൾ അല്ലാത്തവരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എത്ര പേർ ഇപ്പോഴും ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നത് സ്ഥിരീകരിക്കാനാകാത്ത സാഹചര്യമുണ്ട്. അപകടത്തിൽ മരിച്ചവരിൽ ഇതുവരെ 9 പേരുടെ മൃതദേഹം മോർച്ചറിയിൽ എത്തിച്ചിട്ടുണ്ട്. അതിൽ 7 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പഴയന്നൂർ സ്വദേശി സുദർശൻ, കച്ചൂർ സ്വദേശി വാസുദേവൻ, തൃശൂർ സ്വദേശി സുവിൻ, എടപ്പാൾ സ്വദേശി മണികണ്ഠൻ, മലപ്പുറം കുളത്തൂർ സ്വദേശി സുബ്രഹ്മണ്യൻ, ചിറക്കൽ സ്വദേശി ബിജീഷ്, കോട്ടപ്പുറം സ്വദേശി മണികണ്ഠൻ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ 6 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. മൃതദേഹങ്ങൾക്ക് പുറമെ മോർച്ചറിയിൽ 26 ശരീരഭാഗങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ തിരിച്ചറിയാനുള്ളവർ ആണ്. DNA പരിശോധന ഉൾപ്പെടെ നടത്തിയായിരിക്കും അക്കാര്യങ്ങളിൽ അവരുടെ ബന്ധുക്കളെ കണ്ടെത്തുക. കാരണം ബന്ധുക്കൾക്ക് പോലും പല മൃതശരീരങ്ങളും തിരിച്ചറിയാൻ പോലും കഴിയാത്ത സാഹചര്യം ആണ് അവിടെ ഉള്ളത്. നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ നവമി ദിനേശ് അവിടെ നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. നവമി, ഏറ്റവും ഒടുവിൽ 14 മരണം സ്ഥിരീകരിച്ചു എന്നതായിരുന്നു റിപ്പോർട്ടെങ്കിൽ ഇപ്പോൾ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ വിവരങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ? ഇവർക്ക് ഈ പരിക്കേറ്റ് കഴിയുന്നവരുടെ ചികിത്സയാണ് ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്ന കാര്യമെന്ന് ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മന്ത്രിമാർ തന്നെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഉള്ളത്? ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ കാര്യത്തിൽ അവരുടെ ചികിത്സയിൽ ആശ്വാസകരമാണോ ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, ഔദ്യോഗികമായി സർക്കാരിന്റെ കണക്ക് പ്രകാരം 10 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപായിരുന്നു വെന്റിലേറ്ററിലുണ്ടായിരുന്ന പ്രവീണിന്റെ മരണം കൂടി സ്ഥിരീകരിക്കുന്നത്. പ്രവീണിന്റെ മൃതദേഹം ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിലാണ്. മോർച്ചറിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണ്. ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം, തുടർന്ന് മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും. അതാണ് പ്രവീണിന്റെ കാര്യം. നേരത്തെ മരിച്ച 9 പേര്, അതായത് ആദ്യഘട്ടത്തിൽ 9 പേരായിരുന്നു മരിച്ചിരുന്നത്. അതിൽ 8 പേരുടെയും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഇനി ഒരാളുടെ മൃതദേഹം ഇപ്പോഴും മോർച്ചറിയിലുണ്ട്. അതാരാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവിടെ വന്നത്, അതായത് ബന്ധുക്കളെ തേടി എത്തിയവരുടെ കയ്യിൽ നിന്നും ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്ന് കരുതുന്ന ആളുകളുടെ ബന്ധുക്കളിൽ നിന്നും ഈ അവരുടെ DNA സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. അതും ഇവിടെ ഇരിക്കുന്ന മൃതദേഹവുമായി അതിൻ്റെ DNAയും എക്സ്ട്രാക്ട് ചെയ്ത് അത് ഒത്തുനോക്കിയ ശേഷം അത് അവരുടേതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അങ്ങനെയാണ് പ്രൊസീജിയർ നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ഈ DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. അതിനെ തുടർന്നാണ് 8 മൃതദേഹങ്ങൾ, 3 മൃതദേഹങ്ങൾ ഇന്നലെ തന്നെ നൽകിയിരുന്നു. ബാക്കിയുള്ളത് ഇന്ന് രാവിലെയോടുകൂടി ബന്ധുക്കൾക്ക് കൈമാറുകയും അതിൽ മണികണ്ഠൻ എന്ന വ്യക്തിയുടെ സംസ്കാരം നടക്കുകയും ചെയ്തു. ഉച്ചയോടുകൂടി നടക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ആശുപത്രിയിലുള്ളവരുടെ കണക്കുകൾ നോക്കിയാൽ 11 പേരാണ് ചികിത്സയിലുള്ളത്. അതിൽ 2 പേർ വെന്റിലേറ്ററിലായിരുന്ന ഒരാൾ പ്രവീണാണ് മരിച്ചിരിക്കുന്നത്. ഇനി ഒരാളാണ് ഇപ്പോൾ വെന്റിലേറ്ററിലുള്ളത്. 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. അതിൽ വെന്റിലേറ്ററിലുള്ള ഒരാളെന്ന് പറയുന്നത്
ഈ കരാർ ലൈസൻസി ആയിട്ടുള്ള സതീശനാണ്. സതീശൻ്റെ നില അല്പം ഗുരുതരമായിട്ട് തുടരുകയാണ്. അതായത് 90% പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ മരിച്ച പ്രവീണിനും അത്തരത്തിൽ തന്നെയായിരുന്നു. 90%-ത്തിലധികം പൊള്ളലേറ്റിരുന്നു. അങ്ങനെയാണ് പ്രവീണും മരിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം തന്നെ, അതായത് ഇന്നലെ മുതൽ തന്നെ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇന്നലെയോടുകൂടി തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയിരുന്നു. ആരോഗ്യമന്ത്രിയുടെ എല്ലാ നിരീക്ഷണവുമുണ്ട്. ആരോഗ്യമന്ത്രി ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് തൃശ്ശൂരിൽ തന്നെ കേന്ദ്രീകരിക്കുകയാണ്. ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ എക്യുപ്മെൻറ്റ്സും കൃത്യമായി തന്നെ എത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാവിലെ മന്ത്രി വി വാസവൻ, കെ രാജൻ, മന്ത്രി ബിന്ദു ഉൾപ്പെടെയുള്ളവരെല്ലാം അവിടെ എത്തുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ തന്നെയാണ് ഇവരുടെ ചികിത്സ നടത്തുന്നത്. ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യവും. എന്തായാലും അതിനിടയിലാണ് രേണുക 4 പേരെ കാണാനില്ല എന്നുള്ളൊരു വിവരം കൂടി വരുന്നത്. അതായത് ഈ 4 പേരെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കൾ മോർച്ചറിക്ക് മുന്നിൽ വന്നിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന മൃതദേഹങ്ങൾ പരിശോധിച്ചു. അതിൽ നിന്നും അവരുടെ ഉറ്റവരില്ല എന്ന് മനസ്സിലായി. പക്ഷേ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലും രക്ഷപ്പെട്ടവരിലും ഒന്നും ഇവരില്ല എന്ന് മനസ്സിലായി. ആ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അവരുടെ ഇവിടെ ഉണ്ടായിരുന്ന, അതായത് 29 ബോഡി പാർട്സ് ഇവിടെയുണ്ട്. അക്കൂട്ടത്തിൽ തങ്ങളെ കാണാതെ പോയ അല്ലെങ്കിൽ തങ്ങളുടെ ഉറ്റവരുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ വന്നവരുടെ DNA ഫലവും DNA സാമ്പിളും ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിശോധനാ ഫലം കൂടി കാത്തിരിക്കുകയാണ്. കളക്ടർ പറഞ്ഞത് പ്രകാരം 10 ദിവസമാണ് സാധാരണ DNA പരിശോധന റിസൾട്ട് വരാൻ. പക്ഷേ ഇത് അസാധാരണ സാഹചര്യമായതുകൊണ്ട് 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ DNA സാമ്പിൾ ലഭ്യമാക്കുമെന്നും അറിയുന്നുണ്ട്. കാരണം പല മൃതശരീരങ്ങളും കത്തിക്കരിഞ്ഞ നിലയിലാണ്. അധിക ദിവസം വെക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അധികം ദിവസം നീട്ടിക്കൊണ്ടു പോകാൻ ഭരണകൂടവും തയ്യാറല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് DNA പരിശോധനാ ഫലം ലഭ്യമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി കാണാതായവരുടെ പേര് വിവരങ്ങൾ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, സുരേഷ് തെക്കുംകര സ്വദേശിയാണ്, 50 വയസ്സ്. അഭിജിത്ത് അരങ്ങത്ത് വീട് തൃശ്ശൂർ സ്വദേശിയാണ്, കോട്ടപ്പുറം, 28 വയസ്സ്. വിഷ്ണു 35 വയസ്സ്, തൃശ്ശൂർ സ്വദേശിയാണ്. ഗിരീഷ് 42 വയസ്സ്, കോട്ടപ്പുറം, തൃശ്ശൂർ ജില്ലക്കാരൻ തന്നെയാണ്. അങ്ങനെ 4 പേരെയാണ് കാണാതായിരിക്കുന്നത്. അവരുടെ ബന്ധുക്കൾ രാവിലെ വളരെ വിഷമത്തോടു കാണാതായവർ തൊഴിലാളികളായിരുന്നോ? ഇവിടുത്തെ തൊഴിലാളികളാണ് എന്നതാണോ മനസ്സിലാകുന്നത്? അതോ അവിടെ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്ന് കരുതുന്നവരാണോ? ഈ തൊഴിലാളികളല്ലാത്ത ചിലരുടെ സാന്നിധ്യം കൂടി ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. രാവിലെ മുതൽ മാധ്യമപ്രവർത്തകരൊക്കെ വന്നിരുന്നു. അതിനുശേഷവും ഈ നിർമ്മാണ പുരോഗതിയൊക്കെ നോക്കാൻ വേണ്ടി പൂരം നടത്തിപ്പുകാരായ ചില ആളുകൾ എത്തിയിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ ആളുകളുടെ എണ്ണം, ആ സ്ഥലത്തുണ്ടാകാമായിരുന്നു എന്ന് കരുതുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ടോ? ഇപ്പോൾ നിലവിൽ നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടെ ജോലി ചെയ്തിരുന്നവർ തന്നെയായിരുന്നു ഭൂരിഭാഗവും. ഇപ്പോൾ ഞാൻ പറഞ്ഞ 4 പേരുകൾ, അവർ 4 പേരും ഇവിടെ ആ ജോലിക്ക്, ഈ പടക്ക നിർമ്മാണത്തിന് വേണ്ടി എത്തിയവരാണ് എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. അതിൽ ചിലർ പറയുന്നത് ഈ നിർബന്ധിച്ചു കൊണ്ടുവന്ന സാഹചര്യമുണ്ട്. കാരണം മറ്റ് ജോലികളിലൊക്കെ പോകുന്നവരാണ്. ഈ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ പൂരത്തോടനുബന്ധിച്ച് ഈ ഒരു പടക്കം നിർമ്മിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ലഭിച്ചതുകൊണ്ട് അവർക്ക് വരാൻ ഇഷ്ടമില്ല ിട്ട് പോലും വന്നവരുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്കേറെ വിഷമം തോന്നുന്നത്. ഇതിനു വേണ്ടി മാത്രം വന്ന ആളുകളുണ്ട്. അവരുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. ബന്ധുക്കളൊക്കെ കരഞ്ഞുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഇവിടെ വരുമ്പോൾ ഈ മരണപ്പെട്ട ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ളൊരു കഥയുണ്ട്. ബന്ധുക്കൾ അത് പറയുമ്പോൾ തന്നെ ഏറെ വിഷമത്തോടു കൂടിയാണ് നമ്മളതിനെ കേട്ടു നിൽക്കുന്നത്. നമുക്ക് തിരിച്ചവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം കൂടിയാണ്. നമ്മൾ എന്ത് പറഞ്ഞാണ് അവരെ ആശ്വസിപ്പിക്കുക? ഇപ്പോഴും ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം, എവിടെയെങ്കിലും ഓടി രക്ഷപ്പെട്ട് മറ്റെവിടെയെങ്കിലും ആയിപ്പോയതായോ, അത്തരത്തിലുള്ള ആശങ്ക പോലും നമ്മളോട് പങ്കുവെക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ പ്രതീക്ഷിക്കുക, അവർ തിരിച്ചു വരും, തൻ്റെ സഹോദരൻ അല്ലെങ്കിൽ അച്ഛൻ തിരിച്ചു വരും എന്നൊരു ആശ്വാസവാക്ക് മാത്രമേ നമുക്ക് നൽകുവാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ടെന്നുള്ളൊരു നിഗമനം തന്നെയാണ് പൊതുവെ ഉള്ളത്. പക്ഷേ അതിൽ ഇപ്പോഴും സ്ഥിരീകരിക്കാത്തത് അവിടെ മൊത്തത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്നത് കൃത്യമായിട്ടൊരു കണക്ക് ഇതുവരേക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 40-ലധികം പേരുണ്ടെന്ന് കളക്ടർ പറഞ്ഞതനുസരിച്ച് ഈ 40-ലധികം പേരുണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷെ അത് ഇപ്പോഴും സ്ഥിരീകരിക്കാത്ത കണക്കാണ്. ഇനി മൃതദേഹങ്ങളെല്ലാം കിട്ടിയതിന്
ശേഷവും ഈ രക്ഷപ്പെട്ടവർ അതെല്ലാം കൂടി ചേർത്ത് വെച്ച ശേഷം ഔദ്യോഗികമായിട്ടുള്ളൊരു കണക്ക് ഉടനെ തന്നെ അറിയിക്കും എന്നുകൂടി കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മനസ്സിലാകാത്ത, അതായത് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു മൃതശരീരവും ഇവിടെയുണ്ട്. അപ്പോൾ ബന്ധുക്കൾ വന്നു കഴിഞ്ഞാൽ അവരുടെ DNA, ആ മൃതശരീരത്തിൻ്റെ DNA-യുമായി പരിശോധിച്ച് ഒത്തുനോക്കിയതിന് ശേഷം മാത്രമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ. 29 ബോഡി പാർട്സുമുണ്ട്. അത് ചിലപ്പോൾ ഈ കൊണ്ടുപോയ അല്ലെങ്കിൽ ഈ ഇവിടെ ഉള്ള മൃതശരീരത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഒരാളുടെ തന്നെ ബോഡിയുടെ പല പാർട്സുകളാണോ, അങ്ങനെ പല സംശയങ്ങളുണ്ട്. രേണുക, എന്തായാലും വളരെ വിഷമിപ്പിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ ഏറെ വേദനയോടുകൂടി തന്നെയാണ് പറയേണ്ടത്. മനുഷ്യൻ്റെ ശരീരം പല പാർട്സുകളായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്, അതും ചാക്കിലൊക്കെ കെട്ടിക്കൊണ്ട് വരികയാണ്. ബന്ധുക്കൾക്ക് കൈമാറുമ്പോൾ ആ ചാക്കോടുകൂടി അല്ലെങ്കിൽ ഒരു കയ്യോ കാലോ മാത്രം നൽകുക എന്ന് പറയുന്നത് അത് കണ്ടു നിൽക്കുന്നവർക്കും സഹിക്കാൻ കഴിയില്ല, ഏറ്റുവാങ്ങുന്ന ബന്ധുക്കൾക്കും ഏറെ വിഷമം തന്നെയാണ്. രേണുക, എന്തായാലും ആശുപത്രിയിലുള്ളവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുന്നുണ്ട്. ഓരോ മണിക്കൂറുകളിലും ഓരോ മിനിറ്റുകളിലും അവരുടെ പുരോഗതി അറിയിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഏറെ വേദനയോടുകൂടി പ്രവീണിന്റെ മരണവും സ്ഥിരീകരിച്ചത്. ശരി, നവമി ദിനേശാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം അവിടെ നൽകിയത്. ഇപ്പോഴും ഉറ്റ ബന്ധുക്കളെ കാണാതെ ആയവർ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുന്നവരൊക്കെയുണ്ട്. ചികിത്സയിൽ കഴിയുന്നവരുടെ അവസ്ഥ എന്താണ് എന്നത് നവമി സൂചിപ്പിക്കുകയും ചെയ്തു. എന്തായാലും അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള വലിയ രീതിയിലുള്ള പരിശ്രമമാണ് ഡോക്ടർമാരുടെ മറ്റും ഭാഗത്തു നിന്നുമുള്ളത്. എന്താണ് ഈ അപകടത്തിന്റെ ആഴം? ഇപ്പോൾ നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ എത്ര പേർ ഇതിൽ പെട്ടിട്ടുണ്ട് എന്നത് ഇപ്പോഴും കൃത്യപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെയുണ്ട്. എന്താണ് ഈ അപകടത്തിന്റെ കാരണം എന്നത് വ്യക്തമാകാത്ത സാഹചര്യവുമുണ്ട്. പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നത് ഇത് ചൂട് കൂടിയ സാഹചര്യത്തിൽ അപ്പോൾ അങ്ങനെ സ്പാർക്ക് ഉണ്ടായി തീപിടുത്തം ഉണ്ടായതാകാം, പൊട്ടിത്തെറിയിലേക്ക് പോയതാകാം എന്നതാണ്. എങ്കിൽ ഏറ്റവും ഒടുവിൽ പെസോ ഇപ്പോൾ അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയുകയാണ്. ചൂട് കൂടിയുണ്ടായ അപകടമായിരിക്കില്ല, മറ്റ് ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടാകാനൊക്കെയുള്ള സാധ്യതകളെക്കുറിച്ചുള്ള പരിശോധനകൾ വേണം എന്ന ഒരു നിലയിലാണ് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ ചൂട് അല്ല ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നൊരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ വിശദമായ അന്വേഷണം എന്തായാലും നടക്കേണ്ടതുണ്ട്. എങ്ങനെ ഈ അപകടം ഉണ്ടായി എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ സർക്കാർ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് CN രാമചന്ദ്രനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. ഓൺലൈനായി ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷം രൂപ ധനസഹായം നൽകാനും പരിക്കേറ്റ് ചികിത്സയിൽ ഉള്ളവർക്ക് അടിയന്തര സഹായമായി 2 ലക്ഷം രൂപ നൽകാനും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു. പരിക്കേറ്റവർക്ക് 6 മാസത്തെ സൗജന്യ ചികിത്സ നൽകാനുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. അപകടം സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി കെ രാജൻ ഈ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയാണ് മരിച്ചവരുടെ കുടുംബത്തിന് ഈ 14 ലക്ഷം രൂപ ധനസഹായമായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നവർക്ക്. പരിക്കേറ്റവർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം നൽകാനും തീരുമാനം എടുത്തിട്ടുണ്ട്. ദുരന്ത പ്രതികരണ നിധി പ്രകാരം അനുവദനീയമായ തുകയ്ക്ക് പുറമെയായിരിക്കും ഇത് നൽകുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. മറ്റ് ധനസഹായം പ്രഖ്യാപിച്ചതും കൂടിയാണ്. മന്ത്രിയുടെ വാക്കുകളൊന്ന് കേൾക്കാം. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ നിശ്ചയിക്കാനുണ്ടായത്. സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് അതിന്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ആവശ്യമായ നിർദ്ദേശം ക്യാബിനറ്റ് നിശ്ചയിച്ചനുസരിച്ച് രേഖപ്പെടുത്തുകയുണ്ടായി. ഇതൊരു സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന വിധത്തിലുള്ള സഹായങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സവിശേഷ ദുരന്തമായി അത് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി മരിച്ച ആളുകളുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയും അടക്കം 14 ലക്ഷം രൂപ നൽകാൻ വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഏതാണ്ട് 50% പരിക്കേറ്റവരാണ് ഈ ചികിത്സയിലുള്ളവർ. അപ്പോൾ പരിക്കേറ്റവരുടെ ചികിത്സ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് 6 മാസത്തെ സൗജന്യ ചികിത്സ ലഭ്യമാക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. 6 മാസത്തിലധികം ചികിത്സ ആവശ്യമാകുന്നവർക്ക് മെഡിക്കൽ ബോർഡ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശുപാർശ ചെയ്യപ്പെട്ട സ്വകാര്യ ആശുപത്രിയിലെ പൂർണ്ണ ചെലവുകളും
CMDRFിൽ നിന്ന് അനുവദിക്കുന്നതും യോഗത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. സുരക്ഷാ ആവശ്യങ്ങൾക്കായി പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ വയലുകൾക്കുൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നികത്തിയത് പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കും. സ്ഫോടനത്തിൽ നാശനഷ്ടം സംഭവിച്ച കെട്ടിടങ്ങളെക്കുറിച്ച് കളക്ടറുടെ നേതൃത്വത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം അവ പൂർവ്വസ്ഥിതിയിലാക്കാൻ ധനസഹായം നൽകാനുമൊക്കെയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ആ വയൽ പ്രദേശത്ത് ഈ മിടിപ്പുര ഉണ്ടായിരുന്ന ഇടങ്ങളിൽ കടാവർ നായ്ക്കളെയും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാകുന്നത്. അതിന് പുറമെ മറ്റ് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്, പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ CV അനുമോദ് അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ഇപ്പോഴും അവിടെ കടാവർ നായ്ക്കളെയും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടക്കുന്നു എന്നത് മനസ്സിലാക്കുന്നു. എത്ര പേരുണ്ടായിരുന്നു എന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാണാതായവരെ കുറിച്ച് അന്വേഷിച്ചെത്തുന്ന മനുഷ്യർ ഇപ്പോഴുമുണ്ട്. എങ്ങനെയാണ് ഈ അപകട സ്ഥലത്തെ പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്? രേണുക, കടാവർ നായകളെ ഉപയോഗിച്ചുള്ള പരിശോധന അല്പസമയം മുമ്പ് പൂർത്തീകരിച്ചിരുന്നു. അതായത് ഉച്ചയ്ക്ക് ശേഷം അവരെ പരിശോധനയ്ക്ക് ഇറക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കനത്ത ചൂടിൽ അവർക്ക് മണം പിടിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം കടാവർ നായകളെ ഉപയോഗിച്ചുള്ള പരിശോധന ഉണ്ടായിട്ടില്ല. പോലീസിൻ്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും മറ്റ് സംഘങ്ങളുടെയും പരിശോധനകൾ ഇപ്പോഴും തെരച്ചിലൊക്കെ ഈ ഒരു വെടിക്കെട്ട് പുരയ്ക്ക് അകത്ത് അല്ലെങ്കിൽ ഈ ഒരു മേഖലയ്ക്കകത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട്. പോലീസിൻ്റെ പരിശോധന ഏകദേശം പൂർത്തിയായെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് ഇന്ന് കണ്ടെത്തിയതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ നിന്ന് ഈ സ്ഫോടക വസ്തുക്കൾ, അതായത് ഇനി അപകടം ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഫോടക വസ്തുക്കൾ ഇവിടുന്ന് മാറ്റുകയാണ് ആദ്യം ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇതിനുള്ളിൽ ശരീരാവശിഷ്ടങ്ങളില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പുറത്തേക്കുള്ള ഒരു 300 മീറ്റർ ചുറ്റളവിൽ ഈ ഒരു തുരുത്തിനു ചുറ്റും ഇപ്പോഴും പരിശോധനകൾ നടക്കുന്നുണ്ട്, തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇതുവരെ 9 ശരീരാവശിഷ്ടങ്ങൾ ഈ ഒരു തുരുത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇതെല്ലാം തന്നെ പരിശോധനയ്ക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. അതേപോലെ ഇന്ന് രാവിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. DGP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെത്തിയിരുന്നു. ADMൻ്റെയും അതേപോലെ തന്നെ പെസയുടെ ഉദ്യോഗസ്ഥരുടെയും പരിശോധനകൾ ഉണ്ടായിരുന്നു. അതിൽ അവർ കണ്ടെത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചൂടായിരിക്കില്ല ഈ ഒരു അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ്. അതിന് 2 കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഒന്ന്, ഇവിടേക്കുള്ള വൈദ്യുതി കണക്ഷൻ, ഇവിടെ വൈദ്യുതി കണക്ഷനുള്ള 1-2 ഷെഡുകളുണ്ട്. അവിടെ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരം പരിശോധനകൾ കൂടി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഇവിടെ ഉപയോഗിച്ചിരുന്ന രാസവസ്തുക്കളെക്കുറിച്ചുള്ള പരിശോധനകൾ അതുകൂടി പൂർത്തിയാക്കണമെന്നാണ് ഇതിൽ ഈ അപകടത്തിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള പ്രധാനമായിട്ടുള്ള നിരീക്ഷണമായിട്ട് പങ്കുവെക്കാനുള്ളത്. അതായത് വെയിൽ കൊണ്ട് മാത്രം, കനത്ത ചൂട് കൊണ്ട് മാത്രം ഇത്തരത്തിലൊരു പൊട്ടിത്തെറി, ഇത്തരത്തിലൊരു നാശനഷ്ടം ഉണ്ടാകില്ല എന്ന തരത്തിലാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഇനി അടുത്ത ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആകാം, അതല്ലെങ്കിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യമാകും. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാനമായിട്ടും നടക്കുക. ഒപ്പം തന്നെ ഇവിടെ ഇനി അടുത്ത ദിവസം കൂടി ഒരുപക്ഷെ ഈ തുരുത്തിന് ചുറ്റുമുള്ള മേഖലകളിൽ കടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഇന്ന് ഈ ഒരു വെടിമരുന്നിൻ്റെ ഗന്ധം ഇവിടെ രൂക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ നായ്ക്കൾക്ക് പൂർണ്ണമായിട്ടും ഗന്ധം തിരിച്ചറിയുന്നതിന് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ നാളെ ആകുമ്പോഴേക്കും സാഹചര്യങ്ങൾ കുറേ കൂടി മാറും. ആ ഘട്ടത്തിൽ ശരീരാവശിഷ്ടങ്ങളുടെ ഗന്ധം ഇവർക്ക് കുറെ കൂടി വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയുമെന്നൊരു വിലയിരുത്തലും പോലീസിനുണ്ട്. അതുകൊണ്ട് നാളെയും പരിശോധന നടക്കുമെന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് ലഭ്യമായ വിവരം. അതുപോലെ ഈ തുടർ അന്വേഷണങ്ങൾ, ഷോർട്ട് സർക്യൂട്ടിൻ്റെ കാര്യത്തിലും മറ്റ് രാസവസ്തുക്കളുടെ കാര്യത്തിലുള്ള അന്വേഷണങ്ങളും അടുത്ത ദിവസം തന്നെ പൂർത്തിയാകുമെന്നും കരുതുന്നുണ്ട്. അതിനേക്കാളൊപ്പം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട ആളുകളുടെ മൊഴി രേഖപ്പെടുത്തി എന്ത് സംഭവിച്ചു എന്നതിൽ ഒരു കൃത്യമായ വ്യക്തത വരുത്താനുള്ള ഉദ്യമത്തിലാണ് പോലീസ്. പക്ഷേ രക്ഷപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും മാനസികമായിട്ടുള്ള നിലയിൽ കൂടി കണക്കിലെടുത്ത ശേഷമേ അവരുടെ മൊഴിയെടുക്കലുള്ള കാര്യത്തിലേക്ക് പോകൂ എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. രേണുക. തീർച്ചയായും അനുമോദ്, ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, അങ്ങിഞ്ഞ് അവിടെയായി ചിലയിടങ്ങളിലൊക്കെ ഇപ്പോഴും ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. ചെറിയ തോതിലാണ് എങ്കിൽ പോലും അളവിൽ കൂടുതൽ ഈ വെടിമരുന്ന് അവിടെ സൂക്ഷിച്ചിരുന്നു എന്നതാണോ മനസ്സിലാകുന്നത്? ഈ ലൈസൻസ് ലഭിച്ച വ്യക്തി അടക്കം ഇപ്പോൾ ജീവന് വേണ്ടി മല്ലടിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കൂടുതൽ തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ നവമി തന്നെ
നമ്മളോട് പറയുമ്പോൾ പറയുന്നു, നിർബന്ധിച്ചൊക്കെ ജോലിക്ക് കൊണ്ടുവന്നവർ ഈ അപകടത്തിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന്. കൃത്യമായും എത്ര തൊഴിലാളികൾ, അവർക്കിടയിൽ എത്ര അകലം എന്നത് സംബന്ധിച്ചൊക്കെ നിർദ്ദേശങ്ങൾ ഉള്ളതാണ്. അപ്പോൾ ആ വിധത്തിൽ മാനദണ്ഡങ്ങളൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അവിടെ നടന്നു എന്നതിൻ്റെ സൂചനകളുണ്ടോ? പൂർണ്ണമായും ഇതെല്ലാം കത്തി നശിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ പോലും അതിൻ്റെ അവശിഷ്ടങ്ങൾ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തൊക്കെയാണ് അങ്ങനെ പ്രാഥമികമായി നടന്ന പരിശോധനയിൽ വ്യക്തമാകുന്ന കാര്യങ്ങൾ? രേണുക, നമുക്ക് ഇവിടെ നിന്ന് നോക്കാൻ, നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല, ഇവിടെ നിയന്ത്രണമുണ്ട്. ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ പലയിടത്തായി കൂടിക്കിടക്കുന്ന കരിഞ്ഞതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. എവിടെ ഷെഡ് ഉണ്ടായിരുന്നു, എവിടെയായിരുന്നു മറ്റ് കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നത്, എവിടെയായിരുന്നു ഇത് സൂക്ഷിച്ചിരുന്നത് ഒന്നും തന്നെ ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ അറിയുകയില്ല. ഇതിൽ രേണുക ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, അളവിൽ കൂടുതൽ വെടിമരുന്നുണ്ടായിരുന്നു എന്നാണ്. അത് കൃത്യമായിട്ട് അത്തരത്തിലൊരു വിവരം അധികൃതരുടെ ഭാഗത്തുനിന്നില്ല. 5000 ടണ്ണോളം വെടിമരുന്നുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ അത് തൃശ്ശൂർ പൂരവും പാവറട്ടി പെരുന്നാളും ഒക്കെ കണക്കാക്കി കൃത്യമായി രേഖകളോടെ ശേഖരിച്ചതാണ് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമുക്കത് കൃത്യമായി പറയണമെന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഒരു ദുരന്തത്തിന് പിന്നാലെ ഈ ഒരു ഘട്ടത്തിൽ അത്തരം ആരോപണങ്ങളും ആക്ഷേപങ്ങളും തെളിവില്ലാതെ പറയുന്നത് ഒരു പക്ഷേ മറ്റു ചില പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങൾ അവർ നമുക്ക് ലഭ്യമാക്കിയിട്ട് നിലവിൽ അനുവദനീയമായ അളവിൽ എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ അനുവദനീയമായിട്ടുള്ള രാസവസ്തുക്കളാണോ ഉണ്ടായിരുന്നത് എന്നത് വീണ്ടും പരിശോധിക്കേണ്ട ആവശ്യമുണ്ടാകും. സ്വാഭാവികമായിട്ടും ഫോറൻസിക് വിഭാഗം അതിൻ്റെ സാമ്പിളുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്, ലഭ്യമായ സാമ്പിളുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു വിവരം ലഭ്യമാകും. രണ്ടാമതായി ചോദിച്ചത് ഇവിടെ ജോലിക്കാരെ സംബന്ധിച്ച് 34 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നതാണ് പോലീസ് ഔദ്യോഗികമായിട്ട് പറയുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലായത് 4 പേരാണ് ഇവിടുന്ന് ജീവനോടെ പരിക്കേൽക്കാതെ, അതല്ലെങ്കിൽ ചെറിയ പരിക്കോടെ രക്ഷപ്പെട്ടിട്ടുള്ളത്. അവരെ 3 പേരെയും നമ്മൾ നേരിൽ കണ്ടു. മറ്റ് ഇതിലുണ്ടായിരുന്നവർ ആശുപത്രിയിലും അതേപോലെ തന്നെ ചികിത്സയിലുമാണുള്ളത്. ഇതിൽ 4 പേരെ കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭ്യമാകുന്ന ഒരു വിവരം. കൂടുതൽ ആളുകൾ ഇതിലുണ്ടായിരുന്നു എന്നത് അറിയാൻ വേണ്ടി അപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ ജോലിക്ക് വന്നിരുന്ന ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ, അവരുടെ ബന്ധുക്കൾ അവർ എവിടെയാണെന്നുള്ളത് കൺട്രോൾ റൂമിൽ അറിയിക്കണം, അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കണം എന്നുള്ളതാണ്. അവർ സുരക്ഷിതരാണോ, അവരെ കാണാനില്ലാത്ത അവസ്ഥയാണോ, എന്താണെങ്കിലും അത് അറിയിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരാൾ മിസ്സിംഗ് ആണോ അല്ലയോ എന്ന് അറിയാനുള്ള മറ്റൊരു വഴി ഇത് മാത്രമാണ്. ഇനി ഇവിടെ സാധാരണഗതിയിൽ ഇവിടേക്ക് അധികം പ്രവേശനമാർക്കും അനുവദിക്കാറില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ പൂരക്കമ്പക്കാരൊക്കെ ഈ വെടിക്കെട്ട് പുരയിലേക്ക് വന്ന് ഇത് കാണാനൊക്കെ നിൽക്കും. അങ്ങനെ അനുവാദമില്ലാതെ പ്രവേശിച്ചവർ ഇതിലുണ്ടോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. അതിനെക്കുറിച്ചുകൂടി അറിയാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു നിർദ്ദേശം. അങ്ങനെ ആരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കണം അധികൃതർക്ക് മുമ്പാകെ എന്ന നിർദ്ദേശം തന്നെ മന്ത്രി കെ രാജൻ ഇന്ന് രാവിലെ പറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ വിവരങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് മാത്രമേ നമുക്ക് എത്ര പേര് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ കണക്കിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. 34 എന്നാണ് പോലീസ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പറയുന്ന ഒരു കണക്ക്. തൽക്കാലം അതുമാത്രമാണ് നമുക്ക് മുമ്പിലുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരവും. രേണുക, ശരി. CB അനുമോദാണ് വാർത്തയുടെ അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. കിടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു. മറ്റ് പരിശോധനകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് അനുമോദ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഈ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരെ ഇന്നലെ കണ്ടു. വിൽസൺ എന്ന് പറയുന്ന ഒരു തൊഴിലാളി, അദ്ദേഹം തീ വന്ന് ദേഹത്ത് ആളുമ്പോഴാണ് അറിഞ്ഞത്. അതിനുശേഷം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് എങ്ങനെയാണ്, താൻ തന്നെ തെറുത്തിട്ട തിരിയിൽ വരെ ഈ തീ പിടിച്ചത് അതിനുശേഷമാണ് താൻ അറിയുന്നത് ഈ അപകടത്തെക്കുറിച്ച് എന്നത് പറയുന്നുണ്ടായിരുന്നു. ഓടി രക്ഷപ്പെട്ടതിൻ്റെ അങ്കലാപ്പിലാണ് ഇന്നലെ അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. അങ്ങനെ 4 പേരാണ് അവിടെ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടവർ. എന്തായാലും വെടിക്കെട്ട് അപകടത്തിൽ നിന്ന് ഈ അത്ഭുതകരമായി രക്ഷപ്പെട്ടവർ ആ ഞെട്ടലിൽ നിന്ന് ഇതുവരെ മുക്തരായിട്ടില്ല. അല്പം മുമ്പ് പോലും തങ്ങൾക്കൊപ്പം ജോലി ചെയ്തവർ കൂടെയില്ല എന്ന ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പോലും അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. വലിയ ഞെട്ടലിലാണ് അവർ ഉള്ളത്. ഈ ജോലിയുടെ റിസ്ക് ഒക്കെ അറിയുമായിരുന്നു എങ്കിൽ പോലും ഞങ്ങൾ സുരക്ഷിതരായിട്ടാണ് ചെയ്യുന്നത്, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നൊരു വിശ്വാസം അവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ വലിയ ദുരന്തം, ഒപ്പം ഉണ്ടായിരുന്നവരെ നഷ്ടപ്പെട്ട വലിയ വേദനയൊക്കെ അവരെ വലിയ രീതിയിൽ തളർത്തിയിരിക്കുകയാണ്. അത്ഭുതകരമായി രക്ഷപ്പെട്ട 2 സഹോദരിമാർ
ന്യൂസ് 18നോട് സംസാരിച്ചു. കോട്ടലയിൽ വീട്ടിൽ വത്സലയും സുഭദ്രയുമാണ്. അവർ കുറേ നാളായി ഈ സംഘത്തിൽ ഉണ്ടായിരുന്നവരാണ്. പക്ഷേ ഇന്നലെ ഭക്ഷണം കഴിച്ച് മാറിയിരുന്നതിനാൽ മാത്രം അവർ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തേക്കാൾ ഒപ്പമുള്ളവർ നഷ്ടമായതിൻ്റെ വേദനയാണ് അവരെ ഇപ്പോൾ വേട്ടയാടുന്നത്. CB അനുമോദ് അവരുമായി സംസാരിച്ചു. അതൊന്ന് കേൾക്കാം. ദുരന്തത്തിൽ നിന്നും തലനാരഴുക്കി രക്ഷപ്പെട്ട 2 സഹോദരിമാരാണ് എനിക്കൊപ്പം ചേരുന്നത്. കോട്ടയിൽ വീട്ടിൽ സുഭദ്രയും വത്സലയും. ചേച്ചി, നിങ്ങൾ രണ്ടുപേരും അവിടെ ജോലിക്ക് പോയിരുന്നതല്ലേ? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നപ്പോഴാണോ എന്താ ഉണ്ടായത്? ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ശബ്ദം കേട്ടത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് എനിക്ക് ഓടി. ഒരു പൊട്ടലിന് തന്നെ അവിടെ അങ്ങനെ ആകെ പുകയും മറയൊക്കെ ആയിട്ട് കണ്ണൊന്നും കാണാൻ പറ്റണ്ടായി. ഈ പൊടി പറക്കലും ഇല പറക്കലും ഒക്കെ ആയിട്ട് പിന്നെ ഓടും കഷ്ണം പൊട്ടി വീഴുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ എനിക്ക് ഓടി. എവിടുന്ന ഭക്ഷണം കഴിച്ചിരുന്നത്? ഭക്ഷണം അവിടെ തന്നെ ഉണ്ടായി. അവിടുന്ന് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഇരുന്നിട്ടാണ് കഴിക്കുക. അല്ലെങ്കിൽ അതെ അവിടെ ഇരുന്നിട്ട് തന്നെ കഴിക്കുക. അപ്പോൾ തീ കത്തി വരുന്നത് കാണുന്നുണ്ടോ? ഇല്ല, കണ്ടില്ല. ഞങ്ങളിങ്ങനെ പണിതുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. അല്ലാണ്ട് വേറൊന്നും കണ്ടില്ല ഞങ്ങൾ. അപ്പം പിന്നെ ആകെ പുകയും കണ്ണേ കാണാനില്ല. ആകെ പൊടി പറന്നിട്ടും പുകയിട്ടു. ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാനില്ല. കിഴക്കേ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അത്രയ്ക്ക് പുകയും എന്തൊക്കെ ആയിട്ട്. അപ്പം വേറെ ഒന്നും നോക്കാൻ നിന്നില്ല. ഞങ്ങൾ ഓടി അവിടെ നിന്ന്. കയ്യൊന്നും പിടിച്ചില്ല. പറ്റിയോര് ഓടി അവിടെ നിന്ന്. അല്ലാണ്ട് കയ്യും കാലൊന്നും പിടിക്കാൻ ചേച്ചി വേറെ ഒരിടത്തില് തൊട്ടടുത്തന്നെ ആയിരുന്നു. ഇപ്പുറത്തെന്ന് പറഞ്ഞ പോലെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവരാര് പറ്റിയവരൊക്കെ അങ്ങനെ പുറത്തേക്ക് ഓടിപ്പോയി. പിന്നെ അവര് എൻ്റെ കണക്കിൽ ഒരു 5-6 ആൾക്കാർ ഞാൻ കണ്ടു. ഞങ്ങൾ 2 ഓടി. പിന്നെ വേറൊരു അവരോടത്തെ അനിത ബാബു എന്ന് പറയുന്നത് അവര് എവിടേക്ക് ഓടിയെന്ന് ഞങ്ങളല്ലേ. പക്ഷെ അവള് പാടത്ത് നടന്നു വരുന്നുണ്ടു. അപ്പം ഞങ്ങളുടെ ഒപ്പമല്ലായിരുന്നു. അവൾ ഈ തിരി ഇങ്ങനെ കൊണ്ട് പരത്തിയിടാൻ പോയതാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പൊട്ട് കേട്ടപ്പോൾ അവൾ പാടത്തേക്ക് ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ പാടവശത്തൂടെ വന്നിരുന്നു. ഞാനിങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ അവൾ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നടന്നു വരുന്നു കണ്ടു. പിന്നെ അങ്ങനെ റോഡിലേക്ക് അങ്ങനെ കുറച്ച് വഴിയുണ്ട് റോഡിലേക്ക് പോകാനായിട്ട്. അങ്ങനെ റോഡിലേക്ക് എത്തി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പിന്നെ അങ്ങനെ അവളെ പിന്നെ വരുന്നുണ്ടെങ്കിലും പിന്നെ അവളെ എവിടേക്ക് പോയിരുന്നു ഞാൻ കണ്ടില്ല. അപ്പം പിന്നെ കുറച്ച് വഴിയാണ് പോയപ്പോൾ ഒരു ആളുടെ വീട്ടിൽ കയറി ചെന്നപ്പോൾ ഇവരുടെ പേര് ചോദിച്ചപ്പോൾ അവർ അനിതയും ബാബുവും അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ചെന്നപ്പോൾ ഇവള് കാലൊക്കെ ഒഴിഞ്ഞിട്ട് വലിയ പരവശമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചോദിച്ചപ്പോൾ കാലൊക്കെ ചുട്ടു നീറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കാല് നോക്കുമ്പോൾ പൊള്ളൽ അങ്ങനെ ഒന്നും കാണാനില്ല, ഒരു പരുക്കും കാണാനില്ല. പക്ഷെ കാല് ചുട്ടു നീറുണ്ടെന്ന് അവൾ പറഞ്ഞത്. അപ്പോൾ ആശുപത്രിയിൽ പോയപ്പോൾ അവർ പറയണത് ഉള്ളിലേക്ക് ചൂടടിച്ചു. അതെങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ കത്തിയുണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഈ പൊട്ടുന്നതിൻ്റെ അടുത്തേക്ക് അവൾക്ക് പോകേണ്ട ആവശ്യമില്ല. അതിൻ്റെ കുറേ ഇപ്പുറത്ത് അവള് തിരി വിട്ടാൻ പോയത്. അപ്പം അത് അങ്ങനെ അവിടെ കത്തിയോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ കൂടുതൽ ഞാൻ ചോദിക്കാൻ നിന്നില്ല. അവള് വലിയ പരവശമായിട്ട് ഇരിക്കുകയാണ്. ആ നേരത്തെ നമ്മൾ എന്തോരം ചോദിക്കാൻ പറ്റുമോ? അപ്പോൾ ആൾക്കാർ അവിടെ ഐസും വെള്ളം കൂടുന്നത് മേലൊക്കെ ഒഴിക്കുന്നുണ്ട്. അവിടെ ഇടയ്ക്ക് പൊട്ടുന്ന കേൾക്കാണ്ട് മിന്നലും കാണാണ്ട് കുറച്ച് ദൂരം നിന്നിട്ടായാലും. കുറേ ആൾക്കാരൊക്കെ ഈ പൊട്ടിൽ കേട്ടിട്ട് റോട്ടിൽ വന്ന് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ കുട്ടംകുളം പള്ളിയിലെ പെരുന്നാളായിരുന്നു. അപ്പോൾ ധാരാളം ആൾക്കാർ സാധാരണത്തെ പോലെയല്ലല്ലോ, കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ആ റോഡ് നിറയെ ആൾക്കാർ നിൽക്കണ്ടായിരുന്നു. അപ്പം ഈ ചേച്ചി ഏത് വഴിക്ക് പോയെന്ന് ഞാൻ കണ്ടില്ല. ഞാൻ ഓടിയിട്ടൊന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ പുല്ലിലൊക്കെ തീ പിടിക്കുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ മരുന്നുകൾ ഇങ്ങനെ നിരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ തീ പിടിച്ചാൽ പെട്ടെന്ന് പുല്ലിരിക്കും പിടിക്കില്ല. പിന്നെ അവിടെ ഒരു റൂമിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടി തെറിക്കില്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ഓടിയും തിരിഞ്ഞ് നോക്കിയപ്പോൾ ഈ തീയും കണ്ടു. അപ്പോൾ ഇവള് ഓടി വരുമ്പോൾ ഇവളവിടെ വീണു. അപ്പോൾ ഇവള് വീണപ്പോൾ ഞാൻ അവളെന്നെ പിടിക്കാൻ പോയപ്പോൾ ഇവള് എന്നോട് പൊക്കോന്ന് പറയുന്നത്. ഞാൻ പോവോ? അപ്പോൾ ഇവളെന്നെ പിടിച്ചിട്ട് നിൽക്കുമ്പോൾ വേറൊരു ചേച്ചി അവിടെ നിന്ന് സഹോദരിമാരാണ് ആ ദുർഘട നിമിഷം എങ്ങനെ താണ്ടി എന്നത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹോദരി വീഴുന്നു, ഒരാളെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ഒരാളോട് ഓടാൻ പറയുന്നു. പക്ഷേ എന്തായാലും ഭാഗ്യം അവരെ തുണച്ചു. അവർ രണ്ടും രക്ഷപ്പെട്ടു. പക്ഷേ ഒപ്പമുണ്ടായിരുന്ന മനുഷ്യരൊന്നും ഇപ്പോൾ കൂടെയില്ല. അതിൻ്റെ വലിയ വേദന അവരെ സംബന്ധിച്ചുണ്ട്. ഇതിപ്പോൾ നമ്മൾ ദുരന്തത്തിൽ പെട്ടവർ, കാണാതായവരുടെ ബന്ധുക്കൾ, അവരുടെയൊക്കെ വേദന നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഏതാണ്ട് 3-4 ഏക്കർ വരുന്ന ഈ പ്രദേശം, അതിൻ്റെ ഏതാണ്ട് 2-3 കിലോമീറ്ററുകൾ ദൂരം വരെ ഈ സ്ഫോടനത്തിൻ്റെ പ്രകമ്പനം ഏറ്റിരുന്നു. അപ്പോൾ അയലത്തെ വീടുകൾ,
അതിൻ്റെ ചില്ല് ഗ്ലാസുകളൊക്കെ പൊട്ടുന്നത് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. ആ പ്രദേശവാസികളും ഈ സ്ഫോടനത്തിൻ്റെ വലിയ ആഘാതങ്ങൾ ഏറ്റിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് വിൽസൺ എന്ന് പറയുന്ന ഏതാണ്ട് 4 പതിറ്റാണ്ടായി ഈ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇനി വയ്യ ഈ തൊഴിൽ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് മടുത്തിരിക്കുന്ന ഒരു അനുഭവം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. ഇന്നലെ നമ്മളോട് അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചെവി പോലും കേൾക്കാൻ പറ്റാത്ത, ഈ സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ അദ്ദേഹത്തിൻ്റെ ചെവി കേൾക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്തായാലും അദ്ദേഹം ചികിത്സയിലാണ്. അങ്ങനെ ഇവിടെ നിന്ന് തലനാഴിഴയ്ക്ക് രക്ഷപ്പെട്ടവർ ഇനി ഈ ജോലി വയ്യ, ഇനി ഈ അപകട മേഖലയിലേക്ക് ഞങ്ങളില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. ഈ സ്ഫോടനത്തിൽ വീട് തകർന്നവർ, ഒപ്പം തന്നെ ജനൽ ചില്ലുകൾ പൊട്ടി പരിക്കേറ്റവരൊക്കെയുമുണ്ട്. അവരും ഈ ദുരന്തത്തിൻ്റെ ആഘാതത്തിലാണ്. അവർക്കും വലിയ രീതിയിൽ ഈ സ്ഫോടനവും അതിനുശേഷം ഇത്രയും പേരുടെ മരണവും ഒക്കെ ഉണ്ടാക്കിയത് വലിയ ആഘാതം തന്നെയാണ്. വലിയ നാശനഷ്ടവും അവരെ സംബന്ധിച്ച് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ചിലരുടെ പ്രതികരണം കൂടി കേൾക്കാം. വെടിക്കെട്ടുപുര നിന്നിരുന്ന മുണ്ടത്തിക്കോടിന് അടുത്തുള്ള മുണ്ടുപറമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് ഈ മുണ്ടത്തിക്കോടിന് ഏകദേശം ഒരു 150-200 മീറ്റർ അകലെയാണ് ഈ വെടിക്കെട്ടുപുരയുള്ളത്. ആ വെടിക്കെട്ടുപുരയിലുണ്ടായ വലിയ സ്ഫോടനം അത് ഈ മേഖലയിലെ വീടുകളെല്ലാം തന്നെ ബാധിച്ചിട്ടുണ്ട്. ഓടിട്ട വീടുകളുടെ മേൽക്കൂര, അതിലെ ഓട് മുഴുവൻ വീഴുക, വിണ്ട് കീറിയ ഭിത്തികൾ, അതുപോലെ തന്നെ വീടുകളാണെങ്കിൽ വീടുകളുടെ ജനൽ ചില്ലുകളൊക്കെ പൊട്ടിയ അവസ്ഥയിൽ അങ്ങനെ വലിയ ഒരു നാശനഷ്ടമാണ് ഈ ദുരന്തം ഈ മേഖലയ്ക്ക് ഉണ്ടാക്കിയത്. നമുക്ക് ഇവിടുത്തുകാരായ ആളുകൾ അവരുടെ വീടുകളിൽ സംഭവിച്ച നാശങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ ഇത് ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഓടിക്ക് മനസ്സിലായിട്ട് ഇത് ഈ സാധനം ഇവിടെ ഉള്ളതാണല്ലോ. അപ്പം അങ്ങനെ അവിടെ വല്ലതും പറ്റിയിട്ടുണ്ടാവും എന്നുള്ള ധാരണയിൽ ഞാൻ ഓടി. അപ്പോഴേക്കും ഇതൊക്കെ കൊണ്ട് ഈ ശബ്ദം എങ്ങനെ ഭൂകമ്പം എന്തോ നല്ല ഒരു മുഴക്കത്തില്. നിങ്ങൾക്ക് അവിടെ പോയിരുന്നോ? അവിടെ നല്ല സ്ഥലത്ത് പോയിരുന്നോ? ഞങ്ങൾ അതുവരെ പോയി, പിന്നെ അത് നോക്കി കാണാൻ പറ്റില്ല. ഒക്കെ അറിയണതോണേ, പകുതി മുക്കാലും അറിയണ വീടുകളും ഞങ്ങൾ അറിയണതാ. ഞങ്ങളിവിടെ കൊല്ലം കുറേയല്ലേ ഇവിടെ താമസമായിട്ട്. അപ്പം അത് തന്നെ എല്ലാവരും അറിയണതാ. ഈ സതീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇതാ. ഇന്നലെ ഞങ്ങളിവിടെ ഭക്ഷണം കഴിച്ചു കിടന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു സൗണ്ട് കേട്ടത്. ആ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇടി വെട്ടുകയാണ്. അങ്ങനെ ഇടി വെട്ടുമ്പോൾ ഞാൻ ഓടൊക്കെ പറന്നു പോയി. അങ്ങനെ ഓടി പുറത്തേക്ക് പൊക്കണം മക്കളെന്ന് പറഞ്ഞു. കുട്ടികളൊക്കെ കിടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ എല്ലാവരും ഓടി പുറത്തേക്ക് വന്നു. അപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ പാടത്തേക്ക് പോയി. അപ്പോൾ ശരിക്കും പാടത്തേക്ക് പോകാൻ പാടില്ല അത്ര. നമുക്ക് മരുമക്കൊക്കെ ഒന്നും അറിയില്ല. ഇവരൊക്കെ ഓടി പാടത്തേക്ക്. അപ്പോഴേക്കും അവിടെ വലിയ തരണം പൊട്ടി. അപ്പോൾ അവരെല്ലാവരും ഓടി ഇങ്ങടെ തന്നെ വീണ്ടും വന്നിട്ട് ഒക്കെ ഇവിടെ തന്നെ എല്ലാവരും നിന്ന് നോക്കി. അത്രക്കധികം എല്ലാവരും പേടിച്ച് പറിച്ച് എല്ലാവരും ഉണ്ട് ഇവിടെ. മക്കളെല്ലാവരും ഉണ്ട്. 3 പെൺകുട്ടികളും വന്നിട്ട് പെരുന്നാളെ പോകാൻ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കും. ചുമര് വീണ്ടു. ഈ വീടൊക്കെ ആകെ തകർന്നു. ഞാൻ എന്താ ചെയ്യാന്നൊരു പിടുത്തൂല്ല. ബാത്റൂമിൻ്റെ വാതിലുകൾ പൊളിഞ്ഞു. പിന്നെ ജനലുകളെല്ലാം തകർന്നു വീണു. പിന്നെ ചെറിയ ഉണ്ണിണ്ടായിരുന്നു. എൻ്റെ ഞങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ കുട്ടീനെ വേഗം പൊതിഞ്ഞിട്ട് ഞങ്ങൾ സൗണ്ട് കേട്ടപ്പോൾ രണ്ടെണ്ണം ഞങ്ങളുടെ കയ്യിൽ തന്നെയായിരുന്നു കുട്ടി. ആ തുണിയോട് കൂടിയായ കാരണം കുട്ടിയുടെ ചെവിട്ടില് ആ തുണിയായ കാരണം അങ്ങനെ ഇങ്ങനെ പേടിച്ച് ആകതായിട്ട് മുഖമൊക്കെ 3 മാസമായി പ്രസവിച്ച് കിടക്കായിരുന്നു. എന്നിട്ട് വേഗം ഇനിയും വരും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓടി വിടുന്നു ആ പറമ്പിലേക്ക്. അങ്ങനെ പേടിച്ചിട്ട് വിളിച്ചു വെച്ചു. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വാശിയുണ്ട്. പിന്നെ ഇപ്പൊ കിടക്കുമ്പോ ഇങ്ങനെ ഇടയ്ക്കായിട്ട് ഞെട്ടില് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ജനങ്ങളുണ്ടായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കര പേടില്ല അവിടെ ഇന്നലെ ഇന്നും. അപ്പോൾ ഇങ്ങനെ അനുഭവങ്ങൾ പറയുകയാണ്. മറ്റു മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ട് ഇരിക്കുന്ന മനുഷ്യരുടെ മുന്നിൽ തങ്ങളുടെ വേദനയും നഷ്ടമൊന്നും അത്ര വലുതല്ല എന്നവർക്കറിയാം. എങ്കിൽ പോലും അവർ അനുഭവിച്ച ആ ഞെട്ടൽ എന്താണ് എന്നത് അവർ പറയുകയാണ്. കിടപ്പാടം ആകെ ഈ സ്ഫോടനത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലായവരുണ്ട്. ഓടുകൾ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞവരുണ്ട്. എന്തായാലും സർക്കാർ ഈ കാര്യങ്ങൾ കൂടി പരിശോധിക്കും, ധനസഹായം നൽകും എന്ന വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. ദിവസങ്ങളായി ഒപ്പം കണ്ട മനുഷ്യരാണ്, അവിടെ സ്ഥിരമായി ജോലിക്ക് വരുന്നവരാണ്, അങ്ങനെ പരിചയക്കാരാണ്. അവരുടെ നഷ്ടം വളരെ വലുതാണ്. അപ്പോഴും ഇവർക്കും വീടും ആരോഗ്യപരമായും ഒക്കെയുള്ള വലിയ ബുദ്ധിമുട്ടുകൾ അവരും നേരിടുകയാണ്. ഇതൊക്കെയാണ് ഇന്നലത്തെ ദുരന്തം ബാക്കി വെച്ചിരിക്കുന്നത്.
ഈ വലിയ ദുരന്തത്തിൽ ഇനി എങ്ങനെ വേണം പൂരം എന്നത് സംബന്ധിച്ചുള്ള ആലോചനകൾ കൂടി നടക്കുന്നുണ്ട്. ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പാറമേക്കാവിന്റെ വെടിക്കെട്ട് നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുകയാണ് പാലക്കാട് ജില്ലാ കളക്ടർ. പാലക്കാട് മുതലമട വെള്ളാരം കടവിലുള്ള വെടിമരുന്ന് നിർമ്മാണശാലയ്ക്കാണ് ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ചിറ്റൂർ തഹസിൽദാർ ആർ രാമചന്ദ്രൻ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. ആ നിർമ്മാണശാലയിൽ അളവിൽ കൂടുതൽ വെടിമരുന്ന് കണ്ടെത്തിയതായി പാലക്കാട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് ലൈസൻസിക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകി. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധന നടക്കുമ്പോഴാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്നത്. തൃശൂർ പൂരം നടത്തുന്നത് സംബന്ധിച്ച് അനൌദ്യോഗിക ചർച്ചകളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ഇതിനിടെയാണ് ഇപ്പോൾ പാറമേക്കാവിന്റെ വെടിക്കെട്ട് നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. അപ്പോൾ തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കോപ്പ് നിർമ്മിക്കുന്നിടത്താണ് ഈ അപകടം നടന്നത്. പാറമേക്കാവിന് സ്റ്റോപ്പ് മെമ്മോയും നൽകിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പൂരം വെടിക്കെട്ട് നടക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് മനസ്സിലാകുന്നത്. കെവിൻ സ്റ്റീഫൻ എന്ന വ്യക്തിക്കാണ് പാറമേക്കാവ് വെടിക്കെട്ടിന്റെ ലൈസൻസ് നൽകിയിരുന്നത്. ഈ വെടിക്കെട്ട് നിർമ്മാണശാല പ്രവർത്തിക്കുന്നത് മുതലമടയ്ക്ക് സമീപത്താണ്. ഇതിന്റെ നിർമ്മാണത്തിനാണിപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. പൂർണ്ണമായും ഇതിന്റെ പ്രവർത്തനം നിർത്തിവെക്കണം എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തിരുവമ്പാടി വിഭാഗം വെടിക്കെട്ടിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുന്നതായി അറിയിച്ചിരുന്നു. പൂരം നടത്തണമോ വേണ്ടയോ എന്നത് സർക്കാർ തീരുമാനിക്കട്ടെ എന്നതായിരുന്നു അവരുടെ നിലപാട്. ഇത് വിശ്വാസപരമായും ആഘോഷവുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള കാര്യമാണ്. അപ്പോൾ അതിലെടുത്തു ചാടിയ ഒരു നടപടിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നില്ല. സർക്കാരും അത്തരം നിലപാട് തന്നെയാണ് അതിൽ സ്വീകരിക്കുന്നത്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാനില്ല എന്നതാണ് മന്ത്രി VN വാസവൻ ഇന്ന് പറഞ്ഞത്. ഇരു ദേവസ്വങ്ങളുമായി ആലോചിച്ച് തീരുമാനം എടുക്കും. നാളെ ഇത് സംബന്ധിച്ച് യോഗം ചേരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ യോഗത്തിലായിരിക്കും പൂരം എങ്ങനെ വേണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വവും അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വവുമായി ആശയവിനിമയം നടത്തി നാളെ രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ നേരത്തെ ഞങ്ങൾക്ക് അനുമതി തന്ന ഒരു മീറ്റിംഗ് ഞങ്ങൾ വിളിച്ചിരുന്നു. മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ മീറ്റിങ്ങിന് അനുമതി നൽകാതിരുന്നുകൊണ്ടാണ് അവലോകന യോഗം മന്ത്രിമാരിടപെട്ട് നടത്താതിരുന്നത്. എന്നാൽ അതിനെ തുടർന്ന് ഞാൻ ഹൈക്കോടതി കൊടുത്ത പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്നലെ നമുക്ക് അനുമതി തന്നു നാളെ മീറ്റിംഗ് വിളിക്കുന്നതിന് വേണ്ടി. ആ മീറ്റിംഗ് നാളെ രാവിലെ 10:30 മണിക്ക് ഇവിടെ കളക്ട്രേറ്റിൽ നടക്കും. അപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ പ്രമുഖരും ബന്ധപ്പെട്ട ദേവസ്വം ഭാരവാഹികളും ഇവരെല്ലാം ചേർന്ന് കൂടുന്ന ആ മീറ്റിംഗിൽ വെച്ച് പൂരവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് അവസാന തീരുമാനമെടുക്കും. അതിനുശേഷം അക്കാര്യങ്ങൾ വിശദീകരിക്കാം. ഇപ്പോൾ ഏതായിരുന്നാലും ആ ഒരു ഉണ്ടായ പശ്ചാത്തലത്തിൽ നമുക്ക് അഡ്വാൻസായി കയറി അത് വേണ്ടെന്ന് ഏകപക്ഷീയമായി ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരിങ്ങനെ പ്രഖ്യാപിക്കുകയോ അല്ല അതിൻ്റെ ശരി. എല്ലാവരുമായി കൂടിയാലോചിച്ചതിന് ശേഷം നാളെ അത് പ്രഖ്യാപിക്കുന്നതാണ് ശരി എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ആ ചോദ്യത്തിന് മറുപടി ഇതാണ് പ്രധാനമായി സൂചിപ്പിക്കുന്നത്. ഏകപക്ഷീയമായ തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നില്ല. ആലോചിച്ച ശേഷം നാളെ കൂടിയാലോചിച്ച ശേഷം നടപടി എന്നതാണ് പറയുന്നത്. അപ്പോഴും പ്രസക്തമാകുന്ന ഒരു ചോദ്യം എന്തിനാണ് ആഘോഷത്തിന് ഈ തീക്കളി എന്നതാണ്. ഓരോ ഉത്സവകാലത്തും നാട് ആഘോഷ ലഹരിയിലാകും. ജീവിതം ഉത്സാഹത്തിമിർപ്പിലുമാകും. കരിവീരന്മാരും കരിമരുന്ന് പ്രയോഗവും കണ്ണും മനസ്സും നിറയ്ക്കും. എന്നാൽ കരിയും കരിമരുന്നും മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ ഇതിനകം എത്ര പേരുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്? എത്ര കുടുംബങ്ങളാണ് അനാഥമായത്? ഗുരുതര പരിക്കേറ്റ് എത്ര മനുഷ്യർക്കാണ് ഉപജീവനം അസാധ്യമായത്? തൃശൂർ മുണ്ടത്തിക്കോടുണ്ടായ അപകടത്തിൽ 14 പേരുടെ മരണം സ്ഥിരീകരിക്കുമ്പോഴും മരണസംഖ്യയെക്കുറിച്ച് സർക്കാരിന് പോലും ഇപ്പോഴും വ്യക്തതയില്ല. തീരാക്കരച്ചിലിൻ്റെയും തോരാക്കണ്ണീരിൻ്റെയും നാൾവഴികൾക്കിപ്പുറം ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ കരിമരുന്ന് വേണമോ ഇനിയും ആഘോഷങ്ങൾക്ക് എന്ന ചോദ്യം വളരെ പ്രസക്തമാവുകയാണ്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടെ കേരളത്തെ ഞെട്ടിച്ച നിരവധി വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2016 ഏപ്രിൽ 10 കൊല്ലം പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ നഷ്ടപ്പെട്ടത് 110 പേരുടെ ജീവനാണ്. 2024 ഒക്ടോബർ 29 നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് വെടിക്കെട്ട് അപകടമായിരുന്നു കേരളത്തിൽ ഇതിനു മുൻപ് ഏറ്റവും ഒടുവിലുണ്ടായ അപകടം. അപ്പോൾ നിരവധി അപകടങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പുറ്റിങ്ങൽ അപകടത്തിൽ 100-ലധികം പേർക്ക് മരണം സംഭവിക്കുന്നു. അവിടെ അനുവദനീയമായതിലും കൂടുതൽ ഈ വെടിക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്നു. അത് സൂക്ഷിക്കാൻ പറഞ്ഞിരുന്നിടത്തായിരുന്നില്ല അത് സൂക്ഷിച്ചിരുന്നത്. അത് അത്തരം
വെടിക്കെട്ട് നടത്താനുള്ള സ്ഥലമോ സൗകര്യമോ ഒന്നുമില്ലാത്തിടത്തായിരുന്നു അതൊക്കെ നടന്നത്. അനുമതി പോലും ഇല്ലായിരുന്നു ആ വെടിക്കെട്ട് നടത്താൻ. ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവിടെ വലിയൊരു അപകടം ക്ഷണിച്ചു വരുത്തുന്ന രീതിയിൽ അത്തരമൊരു വെടിക്കെട്ട് നടന്നത്. അത് അന്വേഷണത്തിൽ വ്യക്തമായതാണ്. അന്നും നിയമങ്ങൾ പാലിക്കപ്പെട്ടില്ല, പക്ഷേ ഇപ്പോഴും നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അന്വേഷണം നടന്ന കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. ഇപ്പോൾ പാറമേക്കാവിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നിടത്ത് അനുവദനീയമായതിലും അളവിൽ കൂടുതൽ ഈ വസ്തുക്കൾ സൂക്ഷിച്ചു എന്ന കാര്യം വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ നിയമങ്ങളുണ്ട്, അത് പാലിക്കപ്പെടുന്നില്ല, അത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പുറ്റിങ്ങൽ അപകടത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. 2010 ഓഗസ്റ്റ് 1 ഹരിപ്പാട് പടക്ക നിർമ്മാണ കേന്ദ്രം പൊട്ടിത്തെറിച്ച് 5 മരണം ഉണ്ടായി. അത് നമുക്ക് മുന്നിലുള്ള മറ്റൊരു അപകടമാണ്. 2011 ഫെബ്രുവരി 1 ഒറ്റപ്പാലം താങ്ങാലിയിൽ പടക്കശാല കത്തി 13 പേരുടെ മരണം സംഭവിച്ചിരുന്നു. 2011 ഡിസംബർ 28 തൃശൂർ അത്താണി സീമെൻസിന് സമീപം പടക്കശാല കത്തി 6 പേരുടെ മരണമാണ് സംഭവിച്ചത്. 2013 മാർച്ച് 2 പാലക്കാട് ചെർപ്പുളശ്ശേരി പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 7 മരണം സംഭവിച്ചു. 2016 ഏപ്രിൽ 10 നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല്ലം പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം സംഭവിച്ചു. അവിടെ 110 പേരുടെ മരണമാണ് ഉണ്ടായത്. 750-ലേറെ പേർക്ക് പരിക്കേറ്റു. 180 വീടുകൾ തകർന്നു. വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. അത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി അങ്ങനെ പുറ്റിങ്ങലിലെ ആ അപകടം മാറി. 2020 മാർച്ച് 20 കുട്ടനാട് പുളിങ്കുന്ന് അനധികൃത പടക്ക നിർമ്മാണശാല പൊട്ടിത്തെറിച്ച് 8 മരണം സംഭവിച്ചു. അപ്പോൾ ഒരു അപകടത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കുന്നില്ല. അപകടങ്ങൾ ഇങ്ങനെ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. 2024 ഫെബ്രുവരി 12 തൃപ്പൂണിത്തുറ പുതിയകാവ് വെടിക്കെട്ട് അപകടത്തിൽ 2 മരണം സംഭവിക്കുന്ന സാഹചര്യമുണ്ടായി. അതേ വർഷം തന്നെ 2024 ഒക്ടോബർ 29 നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവിൽ വെടിക്കെട്ട് അപകടത്തിൽ 6 മരണം സംഭവിച്ചു. അപ്പോൾ ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും പരിശോധനകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുകയോ അത് മാതൃകയാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ അപകടങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിൽ ഉണ്ടായ അപകടം. അവിടെ 24-ലധികം പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെയും ഈ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരം പടക്ക നിർമ്മാണശാലകൾ പ്രവർത്തിക്കുന്നത്. അതൊക്കെ അപകടം ക്ഷണിച്ചു വരുത്തുന്നതാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അധിക നിർമ്മാണമാണ് അവിടെ നടന്നത്. ഇതിപ്പോൾ നമ്മൾ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തികളാണ്, പടക്ക വെടിക്കെട്ട് നിർമ്മാണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ കാലാവസ്ഥ പോലും ഇത്തരം നിർമ്മാണങ്ങൾക്കോ പ്രവർത്തികൾക്കോ പറ്റുന്നതല്ല എന്ന കാര്യം വളരെ എത്രയോ നാളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്, ചൂണ്ടിക്കാണിക്കുന്നതാണ്. പക്ഷേ അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പലയിടത്തും ഈ നിർമ്മാണങ്ങൾ ഒന്നും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടല്ല എന്നതും വ്യക്തമാകുന്നു. ഈ ഘട്ടത്തിൽ ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. ഇനിയും വേണോ ഇങ്ങനെ കരിയും കരിമരുന്നും ജീവനെടുക്കുന്ന ആഘോഷങ്ങളും എന്ന ചോദ്യത്തിന് മുന്നിൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതുകൂടി കാണാം. ഉണ്ടാകുന്ന ഈ കരിമരുന്നും മറ്റും കൈകാര്യം ചെയ്യുന്നതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ശാസ്ത്രീയമായ അറിവ് കൈകാര്യം ചെയ്യുന്നവരിൽ പലർക്കുമില്ല, ഒട്ടുമുക്കാൽ പേർക്കുമില്ല. കാരണം അതൊന്നും അവരാരും അതിനെക്കുറിച്ച് അറിയുന്നവരല്ല. അവർ പാരമ്പര്യമായിട്ടല്ലെങ്കിൽ കൺവെൻഷനലായിട്ട് ചെയ്തു വരുന്ന രീതി വെച്ചിട്ടാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവർ 80% വരെ സേഫായിരുന്നാലും അപകടത്തിൻ്റെ ഒരു സാധ്യത അതിനകത്ത് 20-20% നിലനിൽക്കുകയാണ്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ബ്ലാക്ക് ലിസ്റ്റിൽ അങ്ങ് മാറ്റുക. ശരിയായ രീതിയിലുള്ള എക്സ്പ്ലോസീവ് സർട്ടിഫിക്കറ്റും പ്രാക്ടീസുള്ള ആളുകളെ മാത്രം ഈ നിർമ്മാണത്തിന് വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും. ഒരു അപകടം ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ആ ഒരു പ്രസ്ഥാനത്തെ അവസാനിപ്പിക്കണം എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. അടിസ്ഥാനപരമായി എല്ലാ അപകടങ്ങളുടെയും കാരണങ്ങളൊന്നായിരിക്കും. അതായത് ശാസ്ത്രീയമായി സാഹചര്യത്തിനനുസരിച്ച് അവ പുനഃക്രമീകരിച്ചിട്ടില്ല എന്നതാണ് അപകടത്തിന്റെ കാരണം. പടക്ക് സൂക്ഷിക്കുന്നത് കൊണ്ട് എല്ലായിടത്തും പടക്ക് പൊട്ടുന്നില്ല. അപ്പോൾ അതിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് ഇതിന്റെ അപകടങ്ങളിലേക്ക് നയിക്കുന്ന കാരണം എന്നത് സൂചിപ്പിക്കുന്നവരുണ്ട്. പുറ്റിങ്ങൽ അപകടശേഷം നൽകിയ നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിച്ചിരുന്നുവെങ്കിൽ തൃശൂർ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുകയാണ് പുറ്റിങ്ങൽ കമ്മീഷൻ ആയിരുന്ന ജസ്റ്റിസ് PS ഗോപിനാഥൻ.
തന്റെ ശുപാർശകൾ നടപ്പാക്കിയില്ല. വെടിക്കെട്ട് ആചാരങ്ങളുടെ ഭാഗമല്ല, ആഘോഷമാണ്. ഉദ്യോഗസ്ഥനും സംവിധാനങ്ങളും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നും ജസ്റ്റിസ് PS ഗോപിനാഥ് പ്രതികരിച്ചു. എൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്ത് ആക്ഷൻ ടേക്കൻ റിപ്പോർട്ടോടുകൂടി നിയമസഭയിൽ വെച്ചതാണ്. പക്ഷെ അത് ഫോളോ അപ്പ് ചെയ്യാൻ നടപടിയൊന്നും എടുത്തില്ല. ഒന്നല്ലെങ്കിൽ ഒരു നടപ്പാക്കുന്നതിന് വെടിക്കെട്ട് പോലെയുള്ള നടപടികളൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു പ്രോട്ടോക്കോൾ തയ്യാറാക്കിയോ അല്ലെങ്കിൽ ഒരു SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കി ഉണ്ടായിട്ടില്ല എന്ന് ഇന്നിപ്പോൾ മന്ത്രിസഭാ തീരുമാനത്തിൽ അതുണ്ടെന്ന് തോന്നുന്നു. അത് അന്ന് ചെയ്തിരുന്ന അതനുസരിച്ചാണ് ചെയ്തിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ പേപ്പറിൽ പെട്ടെന്ന് കണ്ടത് വാഹനം ചെല്ലാൻ കൂടി വഴിയില്ലാത്തൊരു സ്ഥലത്തായിരുന്നു അപകടം ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ താൻ കൊടുത്ത റിപ്പോർട്ട് അത് നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ അന്വേഷണവും കമ്മീഷനും എന്ന ഒരു ചോദ്യമുണ്ട്. 110 മരണം സംഭവിച്ചിട്ട് പോലും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനോ അപകടങ്ങൾ ഒഴിവാക്കുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാനോ കഴിഞ്ഞില്ല എങ്കിൽ എന്തിനാണ് പിന്നെ ഈ ആഘോഷ കമ്മിറ്റി അല്ലെങ്കിൽ ഈ അന്വേഷണ കമ്മിറ്റി എന്ന ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. എന്തായാലും ഈ അപകടമെങ്കിലും അധികൃതരുടെ മനസ്സ് തുറക്കട്ടെ. ഇനിയെങ്കിലും നിയമം പാലിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നേരം വൈകുന്നേരം പൂർണ്ണമാവുകയാണ്.